ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ കണ്ണൂർക്കാർക്ക് ഒരു മാസം ഒരു ഉത്സവത്തിൻ്റെ നാളാണ് കേട്ടോ. അപ്പോൾ കുന്നത്തൂർ പാടിയിൽ ഉത്സവം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാരെ കൂടെ പോകുന്ന ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഗ്രൂപ്പിലെല്ലാവരും പറഞ്ഞാൽ നമുക്ക് പോയാലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഒരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മളെ പാരൻസും ചിലങ്ക ടീമിലെ എല്ലാ ഒന്ന് രണ്ടാളൊഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ പാരൻസ് പിന്നെ അടുത്ത വീട്ടിലവരെല്ലാം കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുന്നത്തൂർ പാടിയിൽ പോകാൻ വേണ്ടി ഫിക്സ് ചെയ്തു. നമ്മൾ നല്ലൊരു അടിപൊളി വണ്ടിയൊക്കെ പിടിച്ചു, നമ്മളെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ നമ്മൾ നോക്കി. കാരണം നമ്മൾ മെയിൻ ഉദ്ദേശം കുന്നത്തൂർ പാടി പോകണം, പോകുന്ന വഴിക്ക് നമുക്ക് എൻജോയ് ചെയ്യണം, ഇതാണ് നമ്മുടെ ഉദ്ദേശം. അത് നമ്മൾ നടത്തുകയും ചെയ്തിരുന്നു. വണ്ടി വരുന്ന കണ്ടപ്പോൾ വണ്ടീനെ പറ്റി പറയാനൊക്കെ പറ്റില്ല കേട്ടോ. വണ്ടി അങ്ങനെ വരുമ്പോൾ തന്നെ ഒടുക്കത്തെ സൗണ്ടായിരുന്നു. കാരണം DJ മറ്റേ ഇത് വരുന്ന പോലെയായിരുന്നു. നാട്ടുകാരൊക്കെ അറിഞ്ഞിരുന്നു. നമ്മളെങ്ങനെയാണ് വിചാരിച്ചാൽ അതേ വൈബിനത്തെ വണ്ടിയാണ് കേട്ടോ കിട്ടിയത്. പിന്നെ നമ്മൾ അതിൻ്റെ കുറേ തുള്ളി 1.5 മണിക്കൂർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കവിടെ എത്താൻ നമ്മൾ ചാലോടാണ് സ്ഥലം. അപ്പോൾ നമ്മളെങ്ങനെ പുറപ്പെട്ടു. പിന്നെ നമ്മളൊക്കെ കൂടി നമ്മളെ അടിച്ച് പൊളിച്ച് നമ്മളങ്ങ് പോയി. അപ്പോൾ കുന്നത്തൂർ നല്ല തണുപ്പാണെന്നെല്ലാം വിചാരിച്ച് ഞാൻ നല്ല എന്താ പറയണ്ടേ, ചൂട് കുപ്പായം പോലത്തെ കുപ്പായൊക്കെ ഇട്ടിരുന്നു. കാരണം എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചൂട് എത്ര മണിക്കൂർ സഹിക്കുമ്പോൾ എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും വൈബാണ് കേട്ടോ. ട്രാവലർ ആയതുകൊണ്ട് എല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് തുള്ളാനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല. പക്ഷേ എന്നാലും നമ്മൾ ഒപ്പിച്ചു. അങ്ങനെ നമ്മൾ കുന്നത്തൂർ പാടിയിലെത്തി. അവിടെ എത്തിയപ്പോൾ നേരെ നമ്മൾ ഫുഡിലേക്ക് പോയത്. കാരണം വേഗം ഫുഡ് പോയി കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഫുഡ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നേരെ ഫുഡിലേക്ക് പോയി. പ്രശ്നമില്ല, അതേ ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ. അത് കഴിഞ്ഞ് അവിടെയുള്ളൊരു കാവാറ്റാൻ തോന്നും ഫുഡ് കഴിക്കുന്നതിൻ്റെ പുറത്തുള്ള അവിടെ കയറി തൊഴുതു. എൻ്റെ നേരെ നമ്മൾ കുന്നത്തൂർ പാടിയിൽ മുത്തപ്പനെ കാണാൻ വേണ്ടി മല കയറാൻ തുടങ്ങി. പണ്ടൊക്കെ എന്ന് വെച്ചാൽ സ്റ്റെപ്പാണ്, ഫുൾ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് എന്ന് പറയാൻ നല്ല വൃത്തിക്കെട്ടിയ സ്റ്റെപ്പൊന്നുമല്ല, കല്ലും മുള്ളും നിറഞ്ഞ പാതകളായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നു. ഇപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ബ്ലോക്കൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ നമ്മൾ താഴേന്ന് തന്നെ റോട്ടുമ്പോൾ തന്നെ നമ്മൾ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് ആ കവാടത്തിലെത്തൽ. അവിടെ നിന്ന് പിന്നെയും സ്റ്റെപ്പും ഈ കല്ലും മുള്ളും കയറിയിട്ടാണ് മേലെ എത്തൽ. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും വേണ്ടി വന്നില്ല. പകുതിക്ക് തന്നെ മണ്ണിട്ട് നിരത്തിയിരുന്നു, ബാക്കിയേ സ്റ്റെപ്പ് കയറേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് തേച്ച് മുട്ടായിക്കടയും കാതിലക്കടയും കളിപ്പാട്ടം കടയും അങ്ങനെയല്ല. ഞാൻ എൻ്റെ മോനെയൊന്നും കൂട്ടിയിരുന്നുണ്ടെങ്കിൽ ആ കടയിൽ തന്നെ ഇരിക്കേണ്ടി വരുമായിരുന്നു. അത്രയ്ക്ക് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ശനി ഞായറും നമ്മൾ തിങ്കളാഴ്ച പോയത്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് തിരക്ക് കുറവായിരുന്നു. എന്നാലും പൂഴിയിട്ടാൽ കാണാത്തത്ര തിരക്കില്ല, എന്നാലും തിരക്കില്ലാണ്ടില്ല. അങ്ങനെ നമ്മൾ വേക്കിൽ ഏറ്റവും മുകളിൽ കാട്ടിൽ പോയിട്ട് മേലെ ഇരുന്നിട്ടാണ് കണ്ടത്. അതുകൊണ്ട് കുറച്ച് ദൂരത്തു നിന്നാണ് കാണാൻ പറ്റിയിട്ടുള്ളൂ. അടുത്തൊക്കെ ആളായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ അടുത്തുനിന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയല്ലോ. നമ്മളങ്ങനെ ഇരുന്നു. അവിടെ പേപ്പറൊക്കെ കൊണ്ടുവന്നിരുന്നു. നമ്മളിപ്പോൾ വന്നവരെല്ലാം പേപ്പറൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ പിരിച്ച മണ്ണിലിരുന്നു. അവിടുത്തെ അതങ്ങനെയാണ്. അവിടെ കസേരയും ബെഞ്ചും അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെ ഒരു എന്താ പറയണ്ടേ, ഒരു ഇതാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ അതാണ് നല്ലത്. ആ മരത്തിൻ്റെയും ആൾക്കാരും കാട്ടിൻ്റെയും ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും മുത്തപ്പൻ പാവങ്ങളുടെ ദൈവം എന്നാണല്ലോ മുത്തപ്പൻ അറിയുന്നത്. അപ്പോൾ ആ ഒരു കൾച്ചർ തന്നെ അവിടെയും. നമ്മളെ കൊട്ടിയൂരൊക്കെ എങ്ങനെയാണ് അതുപോലെ. പക്ഷേ കൊട്ടിയൂരൊക്കെ പിന്നെയും ഒരു മെച്ചം മാറി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും കുന്നത്തൂർ ആ ഏരിയയിൽ മാറ്റമൊന്നും വരുത്തില്ല. കൊട്ടിയൂർ പോലെ തന്നെയാണ്. അതായത് ഉത്സവം വരുമ്പോൾ മാത്രമേ അവിടേക്ക് അങ്ങനെ ആൾക്കാർ വരുത്തുള്ളൂ എന്ന് തോന്നും. പക്ഷേ കൊട്ടിയൂർ ആൾക്കാരേ വരില്ല. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ആർട്ടിഫിഷ്യലായിട്ടുള്ള എന്താ പറയുക, ബിൽഡിങ്ങുകളോ അങ്ങനെയൊന്നുമില്ല. ഓലനെ കൊണ്ടും മുളനെ കൊണ്ടും ഉണ്ടാക്കിയ ഇതൊക്കെയാണ് താൽക്കാലികമായിട്ട് ആക്കിയത്. അപ്പം നമ്മൾ പോരാ മുത്തപ്പനായിരുന്നു. പിന്നെ മുത്തപ്പൻ കെട്ടിയാടി അമ്മേനെ കാണണമെന്ന് പറഞ്ഞാൽ മൂലംപെറ്റ അമ്മയും കൂടെ ഇറങ്ങും. നമ്മൾ പിന്നെ അതിനൊന്നും നിന്നില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കാണാൻ കുറച്ച് തുള്ളുന്നതൊക്കെ കണ്ടപ്പോൾ നമ്മൾ തിരിച്ചു. തണുപ്പ് എല്ലാവരും പോകാൻ തുടങ്ങിയത് തണുപ്പ് നന്നായി കൂടാൻ തുടങ്ങി. നമ്മൾ പിന്നെ തിരിച്ച് വരുമ്പോൾ അവിടെ താഴെ കാപ്പി ഉണ്ട് കേട്ടോ. കട്ടൻ കാപ്പിയല്ല, കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു. ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. ആ ചുക്ക് കാപ്പിയും പിന്നെ പ്രസാദം ഉണ്ട്, ആവിലും തേങ്ങയും കടലൊക്കെ ഇട്ടുള്ള പ്രസാദമൊക്കെ വാങ്ങി ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു. നമ്മൾ മെല്ലെ ഒന്ന് മലയിറങ്ങി. അതിലിടക്ക് മുത്തപ്പൻ നന്നായി തുള്ളുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തോ കണ്ണൂറുകാർക്ക് മുത്തപ്പനായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. മറ്റുള്ള ദൈവങ്ങളെക്കാട്ടിയും കൂടുതൽ കണ്ണൂറുകാർക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ മുത്തപ്പനോടാണ്. എനിക്കെല്ലാം അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്ത് ഉണ്ടെങ്കിലും ഫസ്റ്റ് വിളിക്കുക എൻ്റെ മുത്തപ്പനെ ഞാൻ വിളിക്കും. എന്ത് സങ്കടത്തിലും കൂടെ നിന്നിട്ടുള്ളേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി അതിൻ്റെ മെയിൻ കവാടത്തിലെത്തി. നമ്മൾ വരുന്ന വഴിക്കുള്ള ഷോപ്പുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് വന്നത്. അത് വേറെ കാര്യം. കുറേ എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചിരുന്നു. കാതിലേൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തത്. നമ്മൾ കവാടത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇതാണ് നമ്മളെ കുന്നത്തൂർ പാടിയിലെ ട്രിപ്പ് കേട്ടോ.